ആലപ്പുഴ ജില്ലയിലേക്ക് പോകാം. ഷാജഹാൻ വിവരങ്ങൾ നൽകാനായി ചേരുകയാണ്. ഷാജഹാൻ, ആലപ്പുഴയിൽ പൊതുവിൽ ഭേദപ്പെട്ട പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതുവരെയുള്ള വിവരങ്ങൾ പ്രകാരം അന്തിമ ചിത്രത്തിലേക്ക് എത്താനായിട്ടുണ്ടോ? അന്തിമ ചിത്രത്തിലോട്ട് നമ്മൾ ഇനിയും എത്തിയിട്ടില്ല. പക്ഷേ 73.12% ഇപ്പോൾ കാണിക്കുന്നത്. ഇതിന് ഏറ്റവും ഒടുവിലായിട്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നമുക്ക് കിട്ടിയിരിക്കുന്നത് 77% പോളിംഗ് ആണ്. അതിൻ്റെ അടുത്തേക്ക് എത്തുന്ന ഒരു തരത്തിലാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത്. നമുക്കറിയാം, ഉച്ചയ്ക്ക് ശേഷവും അല്ലെങ്കിൽ രാവിലെ മുതൽ തന്നെ സ്ത്രീകളുടെ ഒരു പങ്കാളിത്തം പൊതുവെ നമുക്ക് കൂടുതലായിട്ട് ഈ തെരഞ്ഞെടുപ്പിൽ കാണാൻ സാധിച്ചു. മുൻകാലങ്ങളിലൊക്കെ തന്നെ സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ തന്നെ ഒരുപോലെ സ്റ്റേഷനിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം, പോളിംഗ് സ്റ്റേഷനിലേക്ക് എത്തുന്ന സാഹചര്യം നമുക്കുണ്ടായിരുന്നു. പക്ഷേ ഇത്തവണ ഒരു 10 മണിക്ക് ശേഷം സ്ത്രീകൾ കൂടുതലായിട്ട് പോളിംഗ് സ്റ്റേഷനിലേക്ക് എത്തുന്നു. അത് ആർക്ക് ഗുണം ചെയ്യുമെന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നില്ല. പക്ഷേ എങ്കിലും അത് ഇടതുപക്ഷത്തിന് അനുകൂലമായിട്ടുള്ളൊരു തരംഗം എന്നുള്ള രീതിയിലാണ് പൊതുവെ നമുക്ക് പ്രാദേശിക തലത്തിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ എന്നാലും ഇനിയും കുറച്ച് ബൂത്തുകളിൽ കൂടി ആളുകൾ ഇനിയും വോട്ട് ചെയ്യാനായിട്ട് കാത്തു നിൽക്കുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ ഇനിയും ഈ 73 എന്ന് പോലുള്ള ശതമാനത്തിൽ നിന്നും കുറച്ചുകൂടി മുകളിലേക്ക് പോകാനുള്ള സാധ്യതയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. വളരെ ആലപ്പുഴ ജില്ലയെ നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ പൊതുവെ ശാന്തമായ നിലയിലായിരുന്നു തെരഞ്ഞെടുപ്പ് നടന്നത്. 1-2 സംഭവങ്ങൾ മാറ്റി നിർത്തി കഴിഞ്ഞാൽ പൊതുവെ ശാന്തമായ നിലയിലായിരുന്നു. നേരത്തെ നമുക്കറിയാം, ആലപ്പുഴ ജില്ലയിൽ പരിശോധിച്ച് കഴിഞ്ഞാൽ ഗ്രാമപഞ്ചായത്തുകൾ 72-ൽ 50 ഇടതുപക്ഷത്തിൻ്റെ കയ്യിലായിരുന്നു. അതോടൊപ്പം തന്നെ ബ്ലോക്ക് പഞ്ചായത്ത് 12-ൽ 11 ഇടതുപക്ഷത്തിൻ്റെ കയ്യിലായിരുന്നു. ജില്ലാ പഞ്ചായത്ത് 23-ൽ 21 ഇടതുപക്ഷത്തിൻ്റെ കയ്യിലായിരുന്നു. മുനിസിപ്പാലിറ്റികളാകട്ടെ 3 എന്ന തരത്തിൽ നിൽക്കുകയായിരുന്നു. അങ്ങനെ വരുമ്പോൾ ഇത്തവണ വളരെ ശക്തമായ ഒരു നിലയിലേക്ക് ഇടതുപക്ഷം പോകും, അല്ലെങ്കിൽ LDFന് വോട്ട് കിട്ടും എന്നുള്ള നിലയാണ് പൊതുവെ നമുക്ക് ഇടതുപക്ഷത്തിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ. പക്ഷേ എങ്കിലും ഇത് എങ്ങനെ വരുമെന്ന് നമുക്ക് ഒരിക്കലും പ്രവചിക്കാൻ കഴിയാത്ത ഒരു സ്ഥിതിയിലേക്കാണ് നിലവിലെ ഒരു സാഹചര്യം. ശരി, ഷാജഹാനാണ് ആലപ്പുഴ ജില്ലയിലെ വിവരങ്ങൾ നൽകിയത്.